നേതാക്കൾ കൈയൊഴിഞ്ഞുവെന്നാണ് രാവിലെ മുതൽ മാധ്യമഭാഷ്യം. ആലിബാബയും 41 കള്ളന്മാരും എന്നതുപോലെ കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ചും കൊള്ളയടിച്ചും സ്ത്രീകളുടെ മാനത്തിന് വില പറഞ്ഞും നടന്നിരുന്നൊരു ക്രിമിനൽ കൂട്ടത്തിൽ ഒരുത്തൻ പിടിയിലായപ്പോൾ കൂടുതൽ അന്വേഷണങ്ങളോ വെളിപ്പെടുത്തലുകളോ വന്നാൽ കള്ളൻ മാത്രമല്ല, കള്ളന് കഞ്ഞി വെച്ചവരും കേരളീയർക്ക് മുന്നിൽ തുറന്നു കാട്ടപ്പെടുമെന്ന ഭയത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ വരിവരിയായി രാഹുലിനെതിരെ രംഗത്തു വന്നത്. രാഹുലിനെതിരെ പുറത്തുവന്ന പ്രതികരണങ്ങളെല്ലാം വർഷങ്ങൾ പഴക്കമുള്ളവയാണ്. ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ധാർമ്മിക രോഷം കൊള്ളുന്ന VD സതീശന് മുന്നിൽ 3.5 വർഷം മുന്നേ രാഹുലിനെതിരായി പരാതി നൽകിയിരുന്നുവെന്ന് പരാതിക്കാരി തന്നെ വെളിപ്പെടുത്തിയത് നമ്മൾ കേട്ടു. VD സതീശന് മുന്നിൽ, ഷാഫി പറമ്പലിനു മുന്നിൽ, സണ്ണി ജോസഫിന് മുന്നിൽ, കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും വിവിധ രാഷ്ട്രീയ ഫോറങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ട പരാതികളെല്ലാം വർഷങ്ങളായി അഡ്രസ് ചെയ്യപ്പെടാതെ കിടന്നു. വച്ചുനീട്ടപ്പെട്ട അധികാരങ്ങൾ കൊണ്ട് ആ ക്രിമിനൽ ഈ കാലയളവിൽ സൃഷ്ടിച്ചത് എത്രയെത്ര ഇരകളെ. ഗത്യന്തരമില്ലാതെ നടപടിക്ക് നിർബന്ധിതമായ കോൺഗ്രസ് പക്ഷേ ഈ അവസാന മണിക്കൂറിൽ കാണിക്കുന്ന ജാഗ്രതയും നടത്തുന്ന സ്ത്രീപക്ഷ പ്രതികരണങ്ങളുമെല്ലാം വരാനിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടതുകൊണ്ട് മാത്രമാണ്. ഇനിയൊരു രാഹുൽ മാങ്കൂട്ടമെന്ന മാലിന്യം കേരളത്തിന്റെ രാഷ്ട്രീയ പരിസരങ്ങളെ മലിനമാക്കാതിരിക്കണമെങ്കിൽ അയാൾ മാത്രം പുറത്തായാൽ പോരാ. രാഹുൽ കോൺഗ്രസിൽ ഒറ്റപ്പെട്ടുവെന്ന ബ്രേക്കിംഗ് കാർഡ് കൊണ്ട്, രാഹുൽ രാജിവെച്ചുവെന്നൊരു വാർത്ത കൊണ്ട് അത് അവസാനിപ്പിച്ചു പോയിക്കൂടാ. ഇത്തരം ക്രിമിനൽ മനസ്സുകൾക്ക് തണലായി നിൽക്കുന്ന പടുമരങ്ങളെ കൂടി പുറത്തു കൊണ്ടുവരാൻ സാധിക്കണം.